തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു പാലത്തിൻ്റെ മുകളിൽ കൂടാണ് പോയത്. താഴേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാവേരി നദിയാണേ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. ചുറ്റുപാടും അത്യാവശ്യം മോശമാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്യൂ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ. പക്ഷേ ഇവിടെ പെരിയ കോവിൽ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്ന് പറയണം. ബൃഹദേശ്വര ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഇതിൻ്റെ ഫസ്റ്റത്തെ കവാടമാണ്. 3 കവാടങ്ങളാണുള്ളത്. ഫുള്ള് കുത്തുപണികൾ, എവിടെ നോക്കിയാലും ആർട്ടിസ്റ്റിക് ആയിട്ട് കാണാം. ശില്പങ്ങൾ കരിങ്കല്ലിൽ ഫുള്ള് കൊത്തി വെച്ചത്. ഇവരിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒരു ഐഡിയ ഇല്ല. അന്നത്തെ ചോള എൻജിനീയറിങ്ങിൻ്റെ കരവിരുത്. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി ശില്പമാണ്. ഇതും ഭയങ്കര വലുപ്പമുള്ളതാണ്. പിന്നെ ഇതാണ് ബൃഹദേശ്വര ക്ഷേത്രം. അതിൻ്റെ മുകളിലുള്ളതിനറിയാലോ, 80 ടണ്ണ്. അതിൻ്റെ മുകളിലത്തെ പിച്ചള പോലുള്ളതിന് അത്യാവശ്യം 3 ആൾ വലുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വലിപ്പം കാണുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മളെ മനുഷ്യന്മാരെയും ഈ ഒരു ടെമ്പിളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇതെവിടെ നോക്കിയാലും ശില്പങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ എൻ്റെ മുകളിൽ ഫിനിഷിങ്ങാണ്. അവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക് ഇതിൻ്റേത്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ചുറ്റിനും നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പകൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, രാത്രി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രാത്രിയാണിത്. എനിക്ക് പകലാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്. രാത്രി ഒരു ഫാൻസി മോഡിൽ കുറച്ച് സ്പോട്ട് ലൈറ്റ് മുകളിലോട്ട് ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഒരു ഗോൾഡൻ കളറിലുണ്ട്. പിന്നെ ഇത് അമ്പലത്തിൻ്റെ കുറച്ച് സൈഡിലൂടെ ഉള്ളത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കുറേയൊക്കെ. അങ്ങനെ കുറേ ശില്പങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരും ഭയങ്കര പീസായിട്ടിരിക്കുക. പിന്നെ ഞാൻ കുറച്ചെടുത്ത ഫോട്ടോസ് ഉണ്ട്.